ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന നല്ല നാടൻ മോരുകറിയാണ്. ഞാനിവിടെ ഒരു അരമുറി കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി അരിഞ്ഞതിന് ശേഷം നമുക്കിത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 3 പച്ചമുളക് നടുകീറി ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വെളുത്തുള്ളി, 4 ചെറിയുള്ളി, 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ ഞാൻ അരിഞ്ഞത് ചെറുതായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് എടുക്കാം. ഇവിടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ടിയായി കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പുളിയുള്ള തൈര് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. മോരുകറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും നമുക്ക് ഇറക്കി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇവിടെ താളിപ്പ് റെഡിയാക്കാം. ചൂടായ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കടുകും ഉലുവയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 4 ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കായം പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് മോരുകറിയിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന രുചിയുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ഇനിയും വരുന്നതാണ്. ബൈ ബൈ.